ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന ഒരു എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. ആ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ടോപ്പിക് നമുക്ക് ഇന്നിവിടെ നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ആദ്യം ലീനിയർ ഇക്വേഷൻ, അതിനു മുമ്പ് ആദ്യം എന്താണ് ഇക്വേഷൻ? ഈക്വൽ സൈൻ ഉള്ള എന്ത് കണ്ടന്റിന്റെയും ഞാൻ എന്തെന്ന് പറയും? ഇക്വേഷൻ എന്ന് പറയും. ഈക്വൽ വാല്യൂ ആയിട്ട് എഴുതുന്ന എന്ത് കമ്പോണന്റിന്റെയും ഞാൻ എന്തെന്ന് എഴുതാം? ഇക്വേഷൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ലീനിയർ ഇക്വേഷൻ, അടുത്ത് പറയുന്നത് ലീനിയർ ഇക്വേഷൻ. എന്താണ് ലീനിയർ ഇക്വേഷൻ? അവിടെ നമുക്കൊരു വേരിയബിൾ ഉണ്ടാവണം. ഇക്വേഷനിൽ ഒരു വേരിയബിൾ ഉണ്ടാവും, ഒന്നിൽ കൂടുതലോ വേരിയബിൾ ഉണ്ടാവും. അവിടെ ഏതെല്ലാം വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിന്റെ എല്ലാത്തിന്റെയും ഡിഗ്രി 1 ആണെങ്കിൽ, ഏതെല്ലാം വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിന്റെ എല്ലാ വേരിയബിൾസിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അത്തരം ഇക്വേഷൻസിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അത്തരം ഇക്വേഷൻസ് ആണ് ലീനിയർ ഇക്വേഷൻസ്. ഇനി സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് അതെങ്ങനെയാണ്? സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് പറയുമ്പോൾ നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻസിൽ വേരിയബിൾസ് ഉണ്ടാകും, പല വേരിയബിൾസ്. സാധാരണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എക്സ്, വൈ അങ്ങനെയുള്ള വേരിയബിൾസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് സൊല്യൂഷൻ എന്ന് കൊണ്ടത്. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സം 6, എക്സ് മൈനസ് വൈ ഈക്വൽ ടു സം 3, ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. ഓക്കെ അല്ലേ? അവിടെ 2 വേരിയബിൾ ഉണ്ട്. അപ്പോ ഇങ്ങനെ വരുന്ന ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ സൊല്യൂഷൻ, നമ്മൾ ആ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള 2 വേരിയബിളിന്റെ കേസാണ്. നമുക്ക് ആ 2-ൽ തന്നെ വേരിയബിൾ വരണമെന്ന് ഒരു നിർബന്ധമില്ല. എത്ര വേരിയബിൾസ് വേണമെങ്കിലും ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ എനിക്ക് ഫോം ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ എനിക്ക് 3 വേരിയബിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ആ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സെറ്റ് ഓഫ് ഇക്വേഷൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ എനിക്ക് 2 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? 2 വേരിയബിൾ ഉണ്ട്. പക്ഷെ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ മിനിമം 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് സോൾവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ വേരിയബിൾസ് എന്താണോ അതിന്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കുക, അതിനെയാണ് സോൾവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എത്ര സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടോ അത്രയും, എത്ര സെറ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ടോ അത്രയും സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. നമുക്കിപ്പോൾ 3 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ ആണ്, എക്സ്, വൈ, ഇസെഡ്, 3 വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ എനിക്ക് മിനിമം 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് എനിക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ എനിക്ക് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ 3 വേരിയബിൾസ് ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, പകരം 3 വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു, പകരം 4 ഇക്വേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. പ്രശ്നമില്ല. 3-ൽ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ 3-ൽ കുറയരുത്. ഇപ്പൊ 3 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അങ്ങനെയുള്ള 2 സെറ്റ് ഇക്വേഷനാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ മിനിമം 3 ഇക്വേഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ആണോ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് വേണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, പല ടൈപ്പ് മെത്തേഡ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, മെട്രിക്സിന്റെ തന്നെ പല രീതികളുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത്, നമുക്കിവിടെ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് മെട്രിക്സിന്റെ തന്നെ 2 മെത്തേഡ്സിനെ പറ്റിയാണ്. മെട്രിക്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ, ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മെട്രിക്സിന്റെ കൺസെപ്റ്റിനെ ഞാൻ ഇവിടെ ഫോളോ ചെയ്യും. അതാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, മെട്രിക്സിന്റെ യൂസ് ചെയ്ത കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് ബേസിക്കലി നമുക്കുണ്ട്. ഒന്ന് ഗോസ് എലിമിനേഷൻ മെത്തേഡാണ്. ആ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേറൊരു മെത്തേഡ് കൊണ്ടുണ്ട്, റോച്ചസ് തിയറം. നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ മെത്തേഡ്, എങ്ങനെയാണ് അതിൽ നിന്ന് മെട്രിക്സ് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, അതായത് സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അത് പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിരിക്കും, ഏത് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എത്ര സെറ്റ് ഇക്വേഷൻസ് ഉണ്ട്? എക്സ് പ്ലസ് 2y മൈനസ് ഇസെഡ് ഈക്വൽ ടു 3, 3x മൈനസ് y പ്ലസ് 2z ഈക്വൽ ടു 1, 2x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു 2, ദെൻ x മൈനസ് y പ്ലസ് z ഈക്വൽ ടു -1. ഇവിടെ എനിക്ക് എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കുക. എക്സ് ഒരു വേരിയബിൾ ആണ്, y വേറൊരു വേരിയബിൾ ആണ്, z 3ാമത്തെ വേരിയബിൾ ആണ്. അപ്പൊ എത്ര വേരിയബിൾ ഉണ്ട്? 3 വേരിയബിൾസ് ഉണ്ട്. ഇവിടെ എനിക്ക് എത്ര സെറ്റ് ഓഫ്
ഇക്വേഷൻസ് ഉണ്ടെന്ന് നോക്കുക. എത്ര സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്? 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. 1, 2, ആദ്യത്തെ അവിടെ 2, 3, 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. സോൾവ് ചെയ്യാൻ പറ്റുമോ? സുഖമായിട്ട് സോൾവ് ചെയ്യാം. എന്തുകൊണ്ട് സോൾവ് ചെയ്യാം? നമുക്കിവിടെ 3 വേരിയബിൾ ഉണ്ട് എങ്കിൽ 3ൽ കൂടുതൽ ഇക്വേഷൻ ആയാലും കുഴപ്പമില്ല, 3ൽ കുറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് വെച്ചുകൊണ്ട്, ഇത്രയും സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ 3 തരത്തിലുള്ള മെട്രിക്സ് ഫോം ചെയ്യും. ആ 3 മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 എ മെട്രിക്സ്, 2 ബി മെട്രിക്സ്, 3 എക്സ് മെട്രിക്സ്. എ മെട്രിക്സ്, ബി മെട്രിക്സ്, എക്സ് മെട്രിക്സ്. ആദ്യം എന്താണ് എ മെട്രിക്സ്? എ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് കളക്ട് ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ആണ് എ മെട്രിക്സ്. നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് കളക്ട് ചെയ്ത് വെക്കുന്ന മെട്രിക്സിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഗിവൻ മെട്രിക്സ്, എ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എക്സ് പ്ലസ് 2y മൈനസ് സെറ്റ്, അവിടുത്തെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 1, 2, -1. ഓക്കെ അല്ലേ? അടുത്ത ഇക്വേഷൻ 3x മൈനസ് y പ്ലസ് 2z, അതായത് 3 -1 2. ദെൻ അടുത്ത് 2x മൈനസ് 2y പ്ലസ് 3z, അതായത് 2 -2 3. ഓക്കെ അല്ലേ? ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വേറെന്താണ് ഇക്വേഷൻ? ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ആ ഇക്വേഷൻ എക്സ് മൈനസ് y പ്ലസ് z, അതായത് 1 -1 1. ഇതാണ് എന്റെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് സ്ക്വയർ മെട്രിക്സ് ആണോ നിർബന്ധമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, ഇതാണ് എന്റെ എ മെട്രിക്സ്. ദെൻ എന്താണ് ബി മെട്രിക്സ്? ബി മെട്രിക്സ് എന്ന് പറഞ്ഞെടുക്കേണ്ടത് എന്റെ ഒരു കോളം മെട്രിക്സ് ആണ്. ആ കോളം മെട്രിക്സിന്റെ പ്രത്യേകത, ഈക്വൽ വാല്യൂസ് എങ്ങനെയാണോ വരുന്നത്, ഈക്വൽ വാല്യൂസ് ഈക്വൽ ടു വരുന്ന നമ്പർ എന്താണോ ആ നമ്പറിനെ ഒരു മെട്രിക്സിന്റെ കോളമായിട്ട് അറേഞ്ച് ചെയ്യുക. സോ ആ മെട്രിക്സ് എന്തായിരിക്കും വരിക? ആദ്യത്തെ എന്താണ്? 3, അടുത്ത എന്താ? 1, അടുത്ത് 2, അടുത്തെന്താ? -1. ഓക്കെ, 3, 1, 2, -1. ഓക്കെ അല്ലേ? ദെൻ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? എക്സ് മെട്രിക്സ് അതും ഒരു കോളം മെട്രിക്സ് ആണ്. ഇവിടുത്തെ വേരിയബിൾ എന്തൊക്കെയാണ്? അതാണ് കോളത്തിൽ അറേഞ്ച് ചെയ്യുന്നത്. എക്സ്, വൈ, ഇസെഡ്. അതവിടെ ഇരിക്കട്ടെ, എക്സ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. എ മെട്രിക്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻസിനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് എ മെട്രിക്സ്. അത് ഓർഡർ വൈസ് തന്നെ എഴുതണം കേട്ടോ. 1, അടുത്ത് എന്താണ്? 2, അടുത്ത് -1, അടുത്ത് 3 -1 2, 2 -2 3, 1 -1 1. എന്നിട്ട് ഈക്വൽ വാല്യൂസിൽ എഴുതുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പേഴ്സിനെ നമ്മൾ കോളത്തിൽ അറേഞ്ച് ചെയ്യുന്ന മെട്രിക്സ് ആണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ആ മെട്രിക്സ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 3, 1, 2, -1. അപ്പൊ എ ആയി, ബി ആയി. ഇനി ഞാൻ ചെയ്യേണ്ടത് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുക. എ ഇൻറ്റു ബി അല്ല, എയും ബിയും ചേർത്ത് എഴുതുന്ന മെട്രിക്സ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഈ മെട്രിക്സിനെ പറയുന്ന പേരാണ് ഓഗുമെന്റഡ് മെട്രിക്സ്. ഓഗുമെന്റഡ് മാട്രിക്സ്. ഓക്കെ അല്ലേ? ഓഗുമെന്റഡ് മെട്രിക്സ്. സോ അതെങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യം എ മെട്രിക്സ് അതുപോലെ എഴുതുക. 1, 2, -1, 3, -1, 2, 2, -2, 3, 1, -1, 1. എ മെട്രിക്സ് അതുപോലെ എഴുതി. ദെൻ അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇത്ര എഴുതിയതിനു ശേഷം ലാസ്റ്റ് കോളത്തിൽ ബി മെട്രിക്സ് കൂടെ ചേർത്ത് എഴുതുക. 3, 1, 2, -1. ഓക്കെ അല്ലേ? ലാസ്റ്റ് എന്ത് ചെയ്തു? ലാസ്റ്റ് ഒരു കോളത്തിന്റെ എലമെന്റ് ആയിട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് കൂടെ ചേർത്ത് എഴുതി. ജസ്റ്റ് അങ്ങ് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്റെ എന്ത് മെട്രിക്സ്? എ ബി മെട്രിക്സ് അഥവാ ഓഗുമെന്റഡ് മെട്രിക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഗുമെന്റഡ് മെട്രിക്സിനെ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയും. എന്താണ് എക്കലോൺ ഫോം എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം ഈ മെട്രിക്സ് എഴുതുക. അതായത് 1, 2, -1 3, അടുത്ത് 3 -1 2 1, 3 -1 2 1, അടുത്ത് 2 -2 3 2, 2 -2 3 2, അടുത്ത് 1 -1 1 -1 1 -1 1 -1. ഓക്കെ, എ ബി മെട്രിക്സ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ആദ്യത്തെ എലമെന്റ്, അതാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ആദ്യത്തെ എലമെന്റ്. ആ എലമെന്റ് 1 ആയിരിക്കണം. 1 ആണല്ലോ, കുഴപ്പമില്ല. എന്നിട്ട്
ആ നമ്പർ ഉൾപ്പെടുന്ന ബാക്കി കോളത്തിൽ ഇത്, അതായത് ഈ എലമെന്റ് ഈ 3 പ്ലേസിലെയും വാല്യൂസ് 0 ആക്കി മാറ്റണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് 3 ഇരിക്കുന്ന പ്ലേസിൽ 0 വരണം, 2 ഇരിക്കുന്ന പ്ലേസിൽ 0 വരണം, 1 ഇരിക്കുന്ന പ്ലേസിലും 0 വരണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1 ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിനെന്ത് ഓപ്പറേഷൻ ചെയ്യണം? ആ ഓപ്പറേഷൻ ചെയ്യുന്നതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ആദ്യത്തെ റോയെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതായത് 3 - 3 വന്നാൽ 0 ആവും, ശരിയല്ലേ? 3 - 3 0 ആണല്ലോ. 2 - 2 വന്നാൽ അതും 0 ആവും. 1 - 1 വന്നാലും 0 ആവും. സോ ഇതില് നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് R1 ബേസ് ചെയ്തിട്ട്, അതായത് റോ 1 ആദ്യത്തെ റോയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതായത് R2 → 2 രണ്ടാമത്തെ റോ എങ്ങനെ മാറണം? R2 - 3R1 R2 - 3R1. Then അടുത്ത് R3 → 2 R3 - 2R1. ഓക്കെ അല്ലേ? ഇവിടെ 2, then 2 - 2 ആണ് 0. Then അടുത്ത് R4 → 2 R4 → 2 R4 - R1 R2 - 3R1 R3 - 2R1 then R4 - R1. കാര്യം എന്താ? 1 - 1 അല്ലേ 0. സോ ആ രീതിയിൽ ഓപ്പറേഷൻ നോക്കാം, എങ്ങനെയാണ് വരുന്നത് നോക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ റോയ്ക്ക് ഒരു മാറ്റവും വരില്ല. 1 2 -1 3. ദെൻ R2 - 3R1, അതായത് 3 - ഇതിനെ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. 3 - 3 എന്താണ്? 0. അടുത്ത -1 3 × 2 6, അതായത് -1 - 6, അതായത് എത്ര വരും? -7. ഓക്കെ അല്ലേ? ദെൻ 2 - 3 × -1 3 × -1 3 × -1 -3 × -1 +3, അതായത് 2 + 3 2 + 3 എന്ന് പറയുന്നത് 5. ഓക്കെ അല്ലേ? ദെൻ 1 - 3 × 3 3 × 3 എത്രയാണ്? 9. 1 - 9 എന്ന് പറയുന്നത് -8. ഓക്കെ അല്ലേ? നൗ അതുപോലെ 2 - ഇത് എന്ത് ചെയ്യുക? 2 ചെയ്യുക, അതായത് 2 × 1 2 ആണ്. 2 - 2 0. അതുപോലെ -2 - 2 × 2, അതായത് -2 - 4 -2 - 4 അത് എത്രയാണ്? -6. -2 - 4 -6. ദെൻ അടുത്ത 3 മൈനസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 - 2 × -1 -2 × -1 എന്ന് പറയുന്നത് +2 ആണ്. 3 + 2 എത്രയാണ്? 5. Now 2 - 3 × 2 എത്രയാണ്? 6. 3 × 2 6. 2 - 6 എന്ന് പറയുന്നത് -4. 2 - 6 -4. ഓക്കെ അല്ലേ? നൗ അടുത്ത് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്താൽ മതി. 1 - 1 എന്താ? 0. -1 - 2 അത് എത്രയാണ്? -3. 1 - -1 1 -1 അതായത് എന്ത് വരും? 1 + 1 1 + 1 എന്താ? 2. അടുത്ത -1 - 3 -1 - 3 എത്രയാണ്? -4. ഓക്കെ അല്ലേ? സോ ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. നൗ അതായത് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇത്. ഈക്വൽ മെട്രിക്സ് അല്ല, ഇക്വാലന്റ് മെട്രിക്സ്. അപ്പോൾ ഈ രീതിയിൽ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതേപോലെ മാക്സിമം എലമെന്റ്സിനെ ഞാൻ എന്താക്കുക? 0 ആക്കുക. അതിനെന്താണ് വേ, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള വഴി എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി ഇവിടെ നോക്കുമ്പോൾ മൂന്നാമത്തെ റോയും നാലാമത്തെ റോയും, മൂന്നാമത്തെ റോ നാലാമത്തെ റോ ഇവിടെ എത്രയാണ്? -6. ഇത് എത്രയാണ്? -3. ഓക്കെ, ആദ്യം നമ്മൾ R1 ബേസ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ R1 ബേസ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യരുത്. ആദ്യം നമ്മൾ R1 വെച്ച് ചെയ്യുക. ഇനി നമ്മൾ R1 ബേസ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യരുത്. ഇനി നമ്മൾ മറ്റുള്ള റോ വൈസ് വെച്ചിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. കാരണം ഇനി R1 ബേസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ട്. വേറെ ഏതെങ്കിലും റോയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 0 മാറി അവിടെ 1 -1 എന്തെങ്കിലുമൊക്കെ വരില്ലേ? ഞാൻ മാക്സിമം 0 ആക്കാനാണല്ലോ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് R4, അതായത് നാലാമത്തെ റോ. R4 → 2 R3 - 2R4 R4 → 2 R3 -6 ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ -6 കിട്ടും. ദെൻ -6 എന്തായി മാറും? 0 ആയി മാറില്ലേ? -6 -6 0 ആയി മാറില്ലേ? സോ ആ ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. ഒന്നാമത്തെ രണ്ടാമത്തെ റോയോ അതുപോലെ തന്നെ 1 2 -1 3 then
0 -7 5 -8 then 0 -6 5 -4 0 -6 5 -4 then അടുത്ത് 0 -2 into 0 എന്ത് വരും 0 -0 0 തന്നെ ഓക്കെ. ദെൻ അടുത്ത് വരുന്നത് എന്താണ് -3 R3 അതായത് -6 -2 into -3 അതായത് -6 -2 -3 എന്ന് പറയുന്നത് +6 -6 +6 എന്താണ് 0 ഓക്കെ 0. ദെൻ അടുത്ത് വരുന്നത് എന്താണ് 2 5 അല്ലെങ്കിൽ 5 - 2 into 2 2 into 2 5 - 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 5 - 4 എന്ന് പറയുന്നത് 1 5 - 2 into 2 4. അടുത്ത് -4 -2 into -4 -4 -2 into -4 അതായത് -4 2 into -2 into -4 എന്ന് പറയുന്നത് +8 ആണ്. സോ -4 + 8 -4 + 8 4 ആണ്. സോ ഈ രീതിയിൽ അതിന്റെ കാൽക്കുലേഷൻ കിട്ടും. ഓക്കെ ദെൻ -1 4 ഓക്കെ. നൗ ഇനി രണ്ടാമത്തെ ഈ മൂന്നാമത്തെ റോയിൽ ഒരു ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഎഫിഷ്യന്റ് എന്താണ് -7 ആണ്. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് കോഎഫിഷ്യന്റ് എന്താണ് -7 ആണ്. ഇവിടെ എത്രയാണ് -6 ആണ്. സോ അതിന്റെ കോഎഫിഷ്യൻസിനെ തമ്മിൽ ഈക്വൽ ആക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 into 6 എത്ര വരും 42 എന്ന് വരും. അതേപോലെ മൂന്നാമത്തെ റോയെ ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 into 7 അതും എന്തായി മാറും 42 ആയി മാറും അല്ലെ. അതായത് രണ്ടാമത്തെ റോയെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 7 into 6 42. മൂന്നാമത്തെ റോയെ ഞാൻ എന്ത് ചെയ്തു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോഴും എനിക്ക് എന്താ കിട്ടിയത് 6 into 7 42. അപ്പോൾ രണ്ടിടത്തും എന്തായി 42 ആയി. തമ്മിൽ പിന്നെ എന്ത് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം. ആ ഒരു പ്രോസസ് ചെയ്യാൻ പോവുകയാണ്. അതായത് രണ്ടാമത്തെ റോ R2 tends to 6 into R2 ഓക്കെ. അതുപോലെ R3 tends to 7 into R3 ഓക്കെ. R2 tends to 6 into R2 അതുപോലെ R3 tends to 7 into R3. ആ രീതി നോക്കാം. 1 2 -1 3 6 R2 0 7 into 6 -42 ഓക്കെ. 5 into 6 എത്രയാണ് 30. then -8 into 6 -48 ഓക്കെ. നൗ അതേപോലെ തന്നെ അടുത്ത റോയ്ക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ 0 0 തന്നെയാണ്. -6 into 7 അത് എത്രയാണ് -42. then 5 into 7 35. then -4 into 7 -28. നൗ എന്ത് ചെയ്യുക 0 0 1 4 അതിന് മാറ്റമൊന്നും വന്നില്ല ഓക്കെ. ഇനി എന്ത് ചെയ്യുക രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും തമ്മിൽ എന്ത് ചെയ്താൽ മതി സബ്ട്രാക്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്കിപ്പോ റോ വൈസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു റോയിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആ റോയിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്ത് വേണമെങ്കിലും ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. അതായത് R3 tends to മൂന്നാമത്തെ റോ R3 tends to R3 minus R2 അതായത് R3 minus R3 R2 തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി ഓക്കെ. നോക്കാം 1 2 -1 3 ഓക്കെ ആദ്യത്തെ റോ. then അടുത്ത എന്താ സംഭവിക്കുന്നത് 0 -42 30 -48. അടുത്ത 0 -0 0 -42 -42 എന്ത് വരും 0 തന്നെ വരും. 35 -30 35 -30 എന്ന് പറയുന്നത് എത്രയാ വരിക 5. അടുത്ത -28 -48 അതായത് -28 -48 അതായത് -28 + 48 എത്ര കിട്ടും 20 എന്ന് കിട്ടും 20 ഓക്കെ അല്ലേ. then 0 0 1 4 ഓക്കെ അല്ലേ 0 0 1 4. ഇനി തിരിച്ച് റിവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് മാറ്റുക. അതിനുവേണ്ടി രണ്ടാമത്തെ റോ ഒന്നാമത്തെ റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല.
എന്താണ് ഒന്നാമത്തെ റോ? 1 2 -1 3 1 2 -1 3. രണ്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണ്? R2 tends to R2/6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 0. then എന്താ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് -42 / 6 എത്ര വരും? -7. then 30/6 അത് എത്രയാണ്? 5. 48/6 48/6 എന്ന് പറയുന്നത് -8. മൈനസ് ആയതുകൊണ്ട് -8. now 0 0. അതുപോലെ മൂന്നാമത്തെ റോ R3 tends to R3/5 എടുക്കാം. കാരണം 5ഉം 20 ആണ്. 5 വെച്ച് കട്ടായി പോകുമല്ലോ. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് 0 0 5 1 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 then 4. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 0 1 4. സോ ഇവിടെ നോക്കുമ്പോൾ മൂന്നാമത്തെ റോയും നാലാമത്തെ റോയും വീണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. R4 tends to R4 - R3. ഓക്കെ, 1 2 -1 3. അടുത്ത് 0 -7 5 -8. then 0 0 1 4. ഓക്കെ, മൂന്നാമത്തെ റോ വരെ ഓക്കെ. തമ്മിൽ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. 0 - 0 0 0 - 0 വീണ്ടും 0 1 - 1 0 4 - 4 0. ഓക്കെ അല്ലേ? നൗ ഈ രീതിയിൽ വരെ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എഴുതിയത് എന്തായിരുന്നു? AB മെട്രിക്സ് ആണ് എഴുതിയത്. ഇതില് ലാസ്റ്റ് കോളം പോയിട്ട് ബാക്കിയെല്ലാം എന്ത് മെട്രിക്സ് ആണ്? A മെട്രിക്സ് ആണ്. സോ അതിനെ തിരിച്ച് റീക്രിയേറ്റ് ചെയ്ത് തിരിച്ചൊന്നുകൂടെ എടുക്കുക. A മെട്രിക്സ് A എന്നിട്ട് ഈ ഒരു ഫോമിൽ കൊണ്ടുവരിക. AX = B എന്ന ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണം. അതായത് A മെട്രിക്സ് എന്താണ്? A മെട്രിക്സ് 1 2 -1. അതിനടുത്ത് എന്താ? 0 -7 5. അതിനടുത്ത് എന്താ? 0 0 1. then ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, then ഇത്രയും ഇൻറ്റു എക്സ് മെട്രിക്സ്. എക്സ് ഞാൻ നേരത്തെ എഴുതി. എന്തായിരുന്നു എക്സ് മെട്രിക്സ്? XYZ. ഏത് കോളം മെട്രിക്സ് ആണ്? എക്സ് മെട്രിക്സ്. ഓക്കെ, XYZ ഈക്വൽ ടു ബി മെട്രിക്സ്. എന്താണ് ബി മെട്രിക്സ്? ഈ ലാസ്റ്റ് കോളം അത് എത്രയാണ്? 3 -8 then 4 then 0. 3 -8 4 0. ഇതാണ് എനിക്ക് കിട്ടിയ മെട്രിക്സ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? വീണ്ടും ഇക്വേഷൻ പഴയതുപോലെ ഫോം ചെയ്യുക. ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് റോ ഇൻറ്റു കോളം, സാധാരണ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോലെ 1 × x x plus 2y minus z equal to x plus 2y minus z equal to then എന്താണ്? 3. then അടുത്ത് വരുന്നത് 0 × x, അത് 0 ആയി പോകും. -7y plus 5z -7y plus 5z equal to -8. then അടുത്ത് എന്താ പറയുന്നത്? 0 × x 0 0 × y അതും 0 1 × z equal to 4. z equal to 4. ഓക്കെ അല്ലേ? z 4 എന്ന് കിട്ടി. ഈ z വാല്യൂ എടുത്ത് തൊട്ട് മുന്നത്തെ ഇക്വേഷൻ, അതായത് -7y plus 5 × 4 equal to -8. അതായത് -7y plus 20 equal to -8. -7y equal to plus 20 അപ്പുറത്ത് പോകുന്ന സമയത്ത് -20. -8 -20 എന്ന് പറയുന്നത് -28, which implies y is equal to 28/7. അത് എത്രയാണ്? 4. അപ്പോൾ y 4 ആണ്, z 4 ആണ്. ഈ രണ്ട് ടേംസും എടുത്ത് ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കുകയാണ്. അതായത് x plus 2 × 4 2 × y മൈനസ് z എന്ന് പറയുന്നത് എന്താണ്? 4 ഈക്വൽ ടു 3. അതായത് x plus 2 × 4 8 minus 4 equal to 3. അതായത് x plus 8 minus 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ 4 x plus 4 equal to 3. x equal to 3 minus 4. 3 minus 4 -1. സോ എക്സിന്റെ വാല്യൂ -1, ഒയുടെ വാല്യൂ 4 ആണ്. എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂസ് എഴുതുക. ഒയ് എത്രയാണ്? 4 ആണ്. ഇസഡും എന്ത് തന്നെയാണ്? 4 തന്നെ ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ -1, ഒയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഇസഡിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ
നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ, അതായത് എക്സിന്റെ വൈയുടെയും ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മെത്തേഡ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തത്. സോ ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്തത് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസും വേരിയബിൾസിന്റെ എണ്ണവും നമ്മൾ നോക്കി. വേരിയബിൾസിന്റെ എണ്ണം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 3 വേരിയബിൾസ് ആണ് ഉണ്ടായിരുന്നത്. 3-ൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ട്, കുഴപ്പമില്ല, 3 വേരിയബിൾസ് വെച്ച് സോൾവ് ചെയ്യാം എന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ ആ രീതിയിൽ ഓഗ്മെന്റഡ് മാട്രിക്സ് ഫോം ചെയ്തു, ദെൻ അതിനെ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, ലാസ്റ്റ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ ഫോം ചെയ്തു, അതിൽ നിന്ന് വേരിയബിൾസ് അനുസരിച്ച് ബാക്കി വാല്യൂസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ടോപ്പിക്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു.